അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ മിഷണറിയാണ് ഗ്രഹാം സ്റ്റെയിൻ. ഗ്രഹാം സ്റ്റെയിൻ ജനിച്ചത് ഓസ്ട്രേലിയയിലുള്ള ഗ്രഹാം സ്റ്റെയിൻ ജനിച്ചത് ഓസ്ട്രേലിയയിലുള്ള ക്യൂൻലാൻഡിലുള്ള ട്രിപ്പിനാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗ്രഹാം സ്റ്റെയിൻ ജനിച്ചത്. എന്നിപ്പം കുഞ്ഞു കാലത്തിലെ ബൈബിളിനെ കുറിച്ചുള്ള പഠനവും അതിന് സംബന്ധമായുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയ ഗ്രഹാം സ്റ്റെയിൻ 16-ാമത്തെ വയസ്സിൽ തന്നെ 16 years ഓൾഡ് ആയപ്പോഴത്തേക്കും ഗ്രഹാം സ്റ്റെയിന് ഹൃദയത്തിൽ അതിയായ വാഞ്ചയുണ്ടായി, എനിക്കൊരു മിഷണറി ആയിത്തീരണം. ഹല്ലേലൂയ. നമ്മുടെ മക്കളിവിടെ ഉണ്ട്, ഇങ്ങനെ ഹൃദയത്തിൽ ഒരു വാഞ്ച വരണം. യേശു കർത്താവിനെ കുറിച്ചുള്ള വാഞ്ച കേൾവിയാൽ കിട്ടിയത് അതായത് ലോകത്തിലേക്കൊന്ന് അറിയിക്കണം എന്നുള്ള ഒരു വാഞ്ച. ഹല്ലേലൂയ. നമ്മുടെ മക്കളിലൊക്കെ കേൾക്കേണ്ട ഒരേ ഒരു കാര്യം, അതുപോലെ നമുക്കൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. നമുക്ക് എന്താകണമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറാണ്, എഞ്ചിനീയർ ആണെന്ന് പറയും. പക്ഷെ നമ്മൾ അതിലുപരിയാണ് യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുവാൻ നമ്മൾ എവിടെ അയക്കപ്പെട്ടാലും ചെയ്യണം. നമ്മുടെ മേൽ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത് അതാണ്. ഹല്ലേലൂയ. നമ്മളെ സുവിശേഷീകരണത്തിനായിട്ടാണ് നമ്മളെ വിളിച്ചത്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയുക. അപ്രകാരം ഗ്രഹാം സ്റ്റെയിൻ തൻ്റെ സ്വന്തം ദേശമായ ഓസ്ട്രേലിയ എന്നുള്ള ദേശം വിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇന്ത്യയിലെ ഒഡീഷ എന്നുള്ള സ്റ്റേറ്റിലേക്ക് വന്നു. ഒഡീഷ എന്ന സ്റ്റേറ്റിന്റെ പ്രത്യേകത അത് ഒത്തിരി ഗോത്രവർഗങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ആ ഗോത്രവർഗങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്ത് ആദ്യം ട്രൈബ്സ് താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ 1967 ഒക്കെ ആയപ്പോഴത്തേക്കും ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ട് അവിടെ ലെപ്പറായിട്ടുള്ള ആൾക്കാർ, അതായത് കുഷ്ഠരോഗം പിടിച്ച ആൾക്കാർ. കുഷ്ഠരോഗത്തിന്റെ പ്രത്യേകത അറിയാമോ? പഠിച്ചിട്ടുള്ളതല്ലേ? അല്ലേ വന്നാലേ എങ്ങനെ ആ അവയവങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതിപ്പോൾ അതിലവിടെ എന്താ ഭയങ്കരമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള വൂണ്ടാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് പസ്സുണ്ടാകും, ഭയങ്കര സ്മെല്ലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കുന്ന ഹല്ലേലൂയ ഒരു ശുശ്രൂഷകനായിട്ട് ഒഡീഷ എന്നുള്ള ദേശത്ത് ഹല്ലേലൂയ ഒരു ഗോത്രത്തിന്റെ ഒരു അവിടെ അന്നും താമസിച്ചിരുന്ന പഴയ 1895 മേയർ ബെഞ്ചലി എന്ന് പറയുന്ന രാമചന്ദ്ര ബെഞ്ചലിയോ എന്ന് പറഞ്ഞ രാജാവിന്റെ കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിന്റെ മുഴുവൻ നിയന്ത്രണം ഗ്രഹാം സ്റ്റെയിൻ ഏറ്റെടുത്തിട്ട് അത് അവരെ ലെപ്രനായിട്ടുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കുന്ന ആ ഒരു സേവനത്തിലേക്ക് കടന്നു വന്നു. അപ്രകാരം അവിടെ തന്നെ ഒരു 34 year തന്റെ ശുശ്രൂഷ ആ ഒരു മണ്ഡലത്തിലായിരുന്നു. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ചത് ദൈവം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ എന്താണോ തോന്നിച്ചത് അത് ഒരു രാജ്യത്ത് നിന്ന് വിട്ട് സ്വന്തം ദേശം വിട്ട് വേറൊരു ദേശത്ത് വന്ന് എന്ത് ചെയ്തു? സെർവ് ചെയ്തു. അല്ലേ? നമ്മളെ ശുശ്രൂഷിക്കാനാണ് നമ്മളെ വിളിച്ചത്. അല്ലേ? കർത്താവ് വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ തമ്മിൽ ശുശ്രൂഷിക്കണം. അല്ലേ? നമ്മള് ഒരുവൻ ശുശ്രൂഷിക്കണം. അതിനായിട്ടാണ് നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം യേശു കർത്താവിലൂടെ കിട്ടിയ ആ സുവിശേഷം തന്നിൽ പരമേൽപ്പിച്ചത് എപ്രകാരമാണോ അത് ചെയ്യുവാനായിട്ട് കഴിയാം. അവന് ഗ്രഹാം സ്റ്റെയിൻ എത്ര മക്കളുണ്ടായിരുന്നു? 3 മക്കളുണ്ട്. ഹല്ലേലൂയ. ഒന്നാമത്തെ ആളുടെ പേര് എസ്തർ, രണ്ടാമത്തെ ആളുടെ പേര് ഫിലിപ്പ്, മൂന്നാമത്തെ ആളുടെ പേര് തിമോത്തി. 3 പേരുണ്ടായിരുന്നു. 3 പേർക്കും 3 ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഹല്ലേലൂയ 1999 എന്ന് പറയുന്ന ഒരു ദിവസം 22 January 1999 തന്റെ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട വേറൊരു സ്ഥലത്തു നിന്ന് ഒരു 150 കിലോമീറ്റർ ഏകദേശം ആ സ്ഥലത്തിന്റെ പേര് പെരിപ്പാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 150 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് സ്വന്തം ദേശത്തേക്ക് വരുന്ന സമയത്ത് ഹല്ലേലൂയ ഒരു ജീപ്പിലായിരുന്നു അവർ ട്രാവൽ ചെയ്തിരുന്നത്. അവർക്ക് പെട്ടെന്ന് അവർക്ക് രാത്രി ആയതുകൊണ്ടൊന്നും ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് അവർ ട്രാവൽ ചെയ്യേണ്ടി വന്നത്. എന്നിപ്പോൾ അവരെന്ത് ചെയ്തു? ആ ഫോറസ്റ്റ് കാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു? അവിടെ സ്റ്റേ ചെയ്തു.
ഗ്രൈൻസ്റ്റൈനും 2 കുഞ്ഞുങ്ങളും, രണ്ട് പിള്ളേരുണ്ടായിരുന്നു. ആ സമയത്ത് ഫിലിപ്പി തിമോത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ ആ സ്റ്റേ ചെയ്യുന്നതിന് അടുത്ത് തന്നെ ഒരു ആദിവാസി സമൂഹങ്ങൾ, അതായത് ട്രൈബൽ ഏരിയ ആയതുകൊണ്ട് അവരുടെ പ്രോഗ്രാംസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ ഈ വണ്ടി കിടക്കുന്നിടത്ത് എന്ത് ചെയ്തു വന്നിട്ട് എന്ത് ചെയ്തു, അന്നിപ്പം ഗ്രഹാൻസ്റ്റൈനും കുഞ്ഞുങ്ങളവിടെ കടന്നുറങ്ങുക. കടന്നുറങ്ങുന്ന ഗ്രഹാൻസ്റ്റൈന് എണ്ണീറ്റ് വന്നപ്പോൾ ഗ്രഹാൻസ്റ്റൈൻ ആദ്യം എന്ത് ചെയ്തു, ഒരു കുന്തം കൊണ്ട് കുത്തിക്കളഞ്ഞു. എന്നിപ്പോൾ എന്താ സംഭവിച്ചത്, ഗ്രഹാൻസ്റ്റൈൻ രക്തം മാറുന്ന അവിടെ കിടക്കുമ്പോൾ 2 കുഞ്ഞുങ്ങളെയും മാറത്തോട് ചേർത്ത് പിടിച്ച് അപ്പൻ അവിടെ നിന്ന് കരയുമ്പോൾ ഹല്ലേലൂയ വേറൊരാൾ പെട്രോൾ അങ്ങോട്ട് ഒഴിച്ചിട്ട് അത് പച്ചയ്ക്ക് കത്തിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനോടുള്ള ആ ഒരു എരിവ് നിമിത്തം ഒരു ദേശം വിട്ട് വേറൊരു ദേശത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു, രക്തസാക്ഷിയായിട്ട്. അത് ആർക്ക് വേണ്ടിയാണ്? പൗലോസ് പറഞ്ഞ എന്താ, ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നത് ലാഭം. നമ്മൾ മരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയായിരിക്കണം. അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിൻ്റെ ഉള്ള സ്നേഹം മറ്റുള്ളവരിലേക്ക് തൻ്റെ ശുശ്രൂഷയിലൂടെ പകർന്നു കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. അപ്രകാരം എന്ത് ചെയ്തു, തൻ്റെ സ്നേഹം അവരിലൂടെ, ദൈവത്തിൻ്റെ സ്നേഹം അവരിലേക്ക് പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ. നമ്മൾ ശുശ്രൂഷിക്കാനാണ് വന്നത് അല്ലേ? ആ ശുശ്രൂഷ തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക്. അതിപ്പം ഗ്രഹാൻസ്റ്റൈൻ മരിച്ചപ്പോഴത്തേക്കും വൈഫ് ഗ്ലാഡിനോട് ചോദിച്ചു, എന്താ നിങ്ങൾ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് തകർച്ചയുണ്ട്, ഹൃദയത്തിൽ ഉണ്ടെന്ന് ഭയങ്കര വേദനയുണ്ട്, തകർച്ചയുണ്ട്, പക്ഷേ ഞാൻ അവരോട് ക്ഷമിക്കുന്നു. എന്താണ്? എൻ്റെ കർത്താവിനെ പഠിപ്പിച്ചത് ക്ഷമിക്കാനാണ്. ഹല്ലേലൂയ. ഇത്ര വേദന ഉണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു, അവരുടെ ക്ഷമിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ മക്കളിൽ ഒരു തിമോത്തിയോട് ഒരു മിഷണറി ഇപ്രകാരം ചോദിച്ചു, നിനക്ക് എന്താകാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അതിപ്പം മറുപടി പറഞ്ഞ, എനിക്ക് ഈ ദേശം വിട്ടു പോകാൻ ആഗ്രഹമൊന്നുമില്ല, എൻ്റെ അപ്പനും അമ്മയും ചെയ്ത ശുശ്രൂഷ എനിക്കും ചെയ്യണം. ആ കുഞ്ഞു മനസ്സിൽ അതെന്താണ് അപ്പൻ ചെയ്തത്, അവൻ്റെ മനസ്സിൽ അത് ഇൻസ്പയർ ആയി. നമ്മൾ ആരും ഇൻസ്പയർ ആയിട്ട് നിൽക്കുന്നത് യേശു കർത്താവിലാണ്. നമ്മളെ വിശ്വാസത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിവുള്ളതായ യേശു ക്രിസ്തുവിനെ നോക്കി നമ്മളെ കൂട്ടം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഇതിന് വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം എടുക്കാവോ? അതിനകത്ത് 25-ാം അധ്യായം 35-36 വാക്യങ്ങൾ ഒന്ന് വായിക്കും. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊടുക്കുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും എനിക്ക് വിശന്നു. എന്നിപ്പം മിഷണറി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മിഷണറി വേലകളെ കുറിച്ച് എന്നോട് പറയാൻ പോകുന്നത്. എനിക്ക് വിശക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മിഷണറിയാണ്. മിഷണറി വേലയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വിശന്നിരിക്കുന്നവന് ഒരു വിശപ്പിന് ഒരു ഭക്ഷണം കൊടുത്താൽ അത് നിങ്ങൾ ചെയ്യുന്നത് ഈ കർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒരു ദാഹിച്ചിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ്? കർത്താവിന് വേണ്ടി. നിങ്ങളുടെ മിഷണറി നിങ്ങൾക്ക് ദൂരെ പോയി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അടുത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ല, അടുത്തത് എന്താ പറയുന്നത്? വീട്ടിലോട്ട് ഒരാൾ കടന്നു വന്നപ്പോൾ ഉടനെ അവരെന്ത് നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം. ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആരാലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിരിക്കാം. അവനെ ചേർത്ത് പിടിക്കണം. അതിഥിയായിരുന്നു, ഭക്തനായിരുന്നു, ഉടുപ്പിച്ചു. നിങ്ങൾ ഒരുവന് വസ്ത്രമില്ലാത്ത ഒരുവന് ഒരു വസ്ത്രം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അതെന്താണ് നിങ്ങൾ ചെയ്യുന്ന
ഒരു ശുശ്രൂഷയാണ്, മിഷണറി വേലയാണ്. അല്ലെങ്കിൽ അതിന് ഒന്നാണ് ആര് ചെയ്തത്? ഗ്രഹാം സ്റ്റെയിൻ ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വായിക്കട്ടെ. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. കണ്ടോ? തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അവിടെ നിൽക്കട്ടെ. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ. ആർക്ക് വേണ്ടിയാ വന്നത്? ലെപ്രായിട്ടുള്ള ആൾക്കാർ, കുഷ്ഠരോഗം പിടിക്കപ്പെട്ട ആൾക്കാരെ എന്ത് ചെയ്തു? ശുശ്രൂഷിക്കാനായിട്ട് വന്നു. അപ്പം രോഗിയായിരുന്നപ്പോൾ സ്തോത്രം എവിടെ നിന്ന് വന്നു? ഓസ്ട്രേലിയയിൽ നിന്ന്. നമ്മൾ എന്ത് ചെയ്യണം? രോഗികളായിട്ടുള്ളവരെ എന്ത് ചെയ്യണം? കാണണം. നിങ്ങളുടെ ഒരു നിമിഷത്തെ ഒരു സമീപനം, അടുത്തുള്ള ആ നിൽപ്പ് അവർക്കൊരു ഭയങ്കര ആശ്വാസമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണാമെന്ന്. ആരെ കാണാമെന്ന്? യേശു കർത്താവ് തന്നെ പറയുന്നത്. അതിപ്പം നമ്മൾ ചെയ്യുന്ന യേശു കർത്താവിന് വേണ്ടി എന്ന പോലെ ചെയ്യും. ഹല്ലേലൂയ. അടുത്ത പറയുന്നത്, കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളുടെ അടുക്കൽ വന്നു. ആരാലും ഒറ്റപ്പെട്ട് കിടന്ന അവസ്ഥ. കാരാഗ്രഹം മീൻസ് ആത്മീയമായിട്ട് ഒത്തിരി റിലേഷൻസ് ഉണ്ട്. ഹല്ലേലൂയ. എല്ലാവരുമായിട്ട് തകർക്കപ്പെട്ട് പിശാചിൽ പിടിക്കപ്പെട്ട പിശാചിന്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്നത് അടുത്ത് ചെല്ലുവാൻ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവിന്റെ അടുത്ത് ചെന്ന് ഈ കർത്താവിനെ പോലെ നമ്മുടെ കർത്താവ് എല്ലാവരുടെ അടുത്ത്, പാപിയായ സ്ത്രീയുടെ അടുത്ത് ചെന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല പാപങ്ങളാൽ പിടിക്കപ്പെട്ടവരുടെ അടുത്ത് ചെന്നു. കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കർത്താവിന്റെ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് തലകളെ മടക്കാവോ? സ്തോത്രം. കേട്ടതിനെ ധ്യാനിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഏൽപ്പിച്ചത്, നിങ്ങൾ കൂടുതൽ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾക്കുള്ള വേലകൾ വെച്ചിട്ടുണ്ട് ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചിട്ട് പ്രാർത്ഥിച്ച്, കർത്താവ് അതിനുവേണ്ടി ഒരുക്കണമേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് മറ്റുള്ളവരുടെ എനിക്ക് നല്ലൊരു സമീപനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ എനിക്ക് ശുശ്രൂഷിപ്പാൻ, മറ്റുള്ളവരെ സാന്ത്വനപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. കർത്താവെ, എന്നെ ഒന്ന് സഹായിക്കണമേ. ഏറ്റു പറഞ്ഞേ, കുഞ്ഞുങ്ങളൊന്ന് ഏറ്റു പറഞ്ഞേ. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തരും. കുഞ്ഞുങ്ങൾ മൗനമായിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾ അലക്ഷ്യമായിട്ടിരിക്കാതെ പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ, എന്നെ ഒന്ന് സഹായിക്കണമേ. കർത്താവെ, അങ്ങനെ ശുശ്രൂഷ ചെയ്യുവാൻ. അല്ലെങ്കിൽ 16-ാം വയസ്സിൽ തന്റെ മകൻ അല്ലെങ്കിൽ ഗ്രഹാം സ്റ്റെയിൻ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി സമർപ്പിച്ചതുപോലെ ചില കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി ഇത് സമർപ്പിക്കാമോ എന്ന്. ഹല്ലേലൂയ. കർത്താവ് ഒരു വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഹല്ലേലൂയ. എന്ന് കേട്ടതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് യൂത്ത് മീറ്റിംഗിനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു.